ഹായ്, ഇന്നൊരു പുതിയ എയർ ഫ്രയർ എങ്ങനെ ഓപ്പൺ ചെയ്തത് ഫസ്റ്റ് യൂസ് ഒക്കെ ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇതാണ് എൻ്റെ ഒരു എയർ ഫ്രയർ, ലൈഫ് ലോങ്ങിൻ്റെ 4.2 ലിറ്ററിൻ്റെ എയർ ഫ്രയറാണ്. അപ്പോൾ നമുക്ക് ഈ QR സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എയർ ഫ്രയറിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസിൻ്റെ പിന്നെ എക്സ്റ്റൻഡ് വാറൻറ്റി വേണമെങ്കിൽ അതും ആ QR വഴി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തത് അന്നേരം തന്നെ പേജിലോട്ട് പൊക്കോളും. പിന്നെ ഇതാണ് എൻ്റെ തുറക്കം. നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്. ഇതിന് കുറേ പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതിലും കുറേയൊക്കെ മാറ്റി പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കി വെച്ചാണ് ഒരു എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മേൽഭാഗം. ജസ്റ്റ് നമുക്ക് ഞാൻ കൈപിടിച്ചിരിക്കുന്ന മേളത്തെ ഭാഗമാണ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്, ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു ഇത്. അത്യാവശ്യം വലിയൊരു കണ്ടെയ്നർ തന്നെയാണ്, വലിയൊരു എയർ ഫ്രയറാണ്. ഞാൻ ഉദ്ദേശിച്ചാലും വലുപ്പമുണ്ടായിരുന്നതിന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വയറിന് ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞാൽ വലിയ നീളമില്ല, അത് മാത്രമല്ല എനിക്കൊരു ഡിഫക്റ്റായിട്ട് ഇതിന് തോന്നിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കണ്ടെയ്നറായിട്ട് വരുന്നത്. അത്യാവശ്യം വലിയൊരു ബൗൾ തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഓയിൽ സെപ്പറേറ്റർ. ഇതിനും കുറച്ച് ബുഷൊക്കെ സൈഡിലുണ്ടാകും, ഞാൻ പിന്നെ അതൊക്കെ മാറ്റിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഇതാണ് സംഭവം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. നല്ലൊരു കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അടിപൊളി തന്നെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ തട്ടിയൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സാധനമാണ്, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ കൊള്ളാം. എനിക്ക് കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ട്. അതിന് നമുക്ക് ഉപയോഗിക്കുമ്പോഴേ ബാക്കി കാര്യങ്ങൾ അറിയത്തുള്ളൂ. ഇതെൻ്റെ ഒരു അടിഭാഗമാണ്, കണ്ടെയ്നർ ഇരിക്കുന്നതിൻ്റെ അവിടെ നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ കൂളിംഗ് ഫാനും ഒക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്. ഇനി നമ്മളത് തിരിച്ച് കയറ്റി കണ്ടെയ്നർ തിരിച്ച് കയറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മാനുവൽ ഇട്ടിട്ടുണ്ട്. മാനുവൽ എടുത്തുമ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസിന് മുമ്പുള്ള ഇത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ പാർട്സിൻ്റെ കാര്യങ്ങളും സ്പെസിഫിക്കേഷൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഹൗ ടു യൂസ്, ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ട എന്തൊക്കെ ശ്രദ്ധിക്കണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ മാനുവലിനകത്ത് അവർ പറയുന്നു. ഡ്യൂറിങ് യൂസ്, ഹൗ ടു യൂസ്, പിന്നെ ഓരോ ഫുഡ് ഐറ്റംസിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അതും അതിനകത്ത് പറയുന്നുണ്ട്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഐറ്റംസ് എത്ര മിനിറ്റ് അതിനകത്ത് വെക്കണം, എന്തൊക്കെയാണ് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ടിപ്സ് ഓഫ് കുക്കിംഗ്, ഓട്ടോമാറ്റിക്, പിന്നെ കൺട്രോൾ പാനലിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷന്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെപ്പറ്റി അതിനെപ്പറ്റി അറിയാനുള്ള എല്ലാതും ആ ഒരു മാനുവലിനകത്തോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ മാനുവൽ നോക്കിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാത്ത ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മൈൽഡായിട്ടുള്ള ഒരു ഡിറ്റർജൻറ്റ് വെച്ചിട്ടും പിന്നെ സ്പോഞ്ച് വെച്ചിട്ടും നമ്മൾ ആ ഒരു കണ്ടെയ്നറും പിന്നെ ആ ഒരു ഓയിൽ സെപ്പറേറ്ററും നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇതൊന്നൊരു കുറച്ച് ചൂടുവെള്ളമാണ് വേണ്ടത്. ചൂടുവെള്ളം പിന്നെ ഞാൻ പ്രില്ലിൻ്റെ ചെയ്തും വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോയിസ്റ്റ് നനഞ്ഞൊരു തുണി വെച്ചിട്ട് എയർ ഫ്രയറിൻ്റെ അകവും വെളിയിൽ അത്യാവശ്യം നൈസായിട്ട് തുടയ്ക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്.